ബ്രദർ, ഈ സഹോദരൻ്റെ പേര് മുരളി എന്നാണ്. ആലുവയിൽ നിന്നാണ് ഈ സഹോദരൻ വരുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പേ ഈ ബ്രദറിന് സ്ട്രോക്ക് വന്ന കാരണം കൈയും കാലും തളർന്നു പോയി. 5 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റിലുമായിരുന്നു. വാക്കറിലായിരുന്നു ഈ ബ്രദർ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ മാസത്തിലെ നമ്മൾ പബ്ലിക് മീറ്റിങ്ങിൽ വന്നു പങ്കെടുത്തു. അതിന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വാക്കറെ എടുത്തു മാറ്റി. ബ്രദറാണ് അതെടുത്ത് വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ വാക്കർ ഇല്ലാതെ ബ്രദറിന് നടക്കാം. ബ്രദർ എന്ന് മീറ്റിങ്ങിന് വന്നേ? ഒക്ടോബറിൽ വന്നപ്പോ വാക്കറിലാണ്. അന്ന് എത്ര നാളായിട്ട് വാക്കറിലായിരുന്നു? 6 മാസമായിട്ട് വാക്കറിലായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോ വാക്കറിലാണ് വന്നത്. അന്ന് വാക്കർ മാറ്റി. അന്ന് മുതൽ വാക്കറിലാണ് നടക്കാം. നിങ്ങളാരും കൈയടിച്ചില്ലല്ലോ, രാമയൻ പറഞ്ഞില്ലല്ലോ. ചേച്ചി വാക്കറിലല്ല, വീട്ടിൽ പോലും നടക്കത്തില്ലായിരുന്നു. എന്തുവായിരുന്നു അതിന്റെ കാരണം? തളർന്നതാണ്. ചുണ്ടൊക്കെ ഇങ്ങനെ കോടിപ്പോയി. ചുണ്ട് കൊടിപ്പോയി. ഓക്കെ, ഒരു സൈഡും തളർന്നായിരുന്നു. കൈക്ക് ബലമില്ലായിരുന്നു. അതുകൊണ്ട് നടക്കാൻ കാലിനും ഇല്ലായിരുന്നു ബലം. അപ്പൊ അതുകൊണ്ട് വാക്കറിലായിരുന്നു വീട്ടിൽ പോലും നടന്നിരുന്നത്. അന്ന് ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോ മുതൽ വാക്കറില്ലാതെ നടക്കാൻ തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന് സന്തോഷമുള്ള കാര്യമോ? ബ്രദറിന്റെ പേരെന്തുവോ? മുരളി. എവിടുന്ന വരുന്നേ? അപ്പൊ ആലുവയിൽ നിങ്ങളുടെ വീട്ടിന് ചുറ്റുപാടുള്ള ആളുകൾക്കെല്ലാം ഈ കാര്യം അറിയായിരിക്കുമല്ലോ. മക്കൾക്കെല്ലാം അറിയത്തില്ലേ? സത്യമല്ലേ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നത് വലിയ കാര്യമോ? തളർന്നു കിടന്നയാള്, വാക്കറിൽ വന്നയാള് ഇപ്പോൾ നടക്കുന്നു. ആമേൻ. ഒരു സന്തോഷത്തോടെ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നടക്കില്ല ഏട്ടനപ്പോ? വടി വേണോ? ഒരു വശം തളർന്നു പോയോ? യേശുവിജ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് തളർന്നത് പരിപൂർണമായും സൗഖ്യമാവട്ടെ. കണ്ണടയ്ക്ക്. ഒരു വശം തളർന്നത് പരിപൂർണമായിട്ട് സൗഖ്യമാവട്ടെ. അങ്ങോട്ട് സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. വെടിവെക്കുന്ന ശക്തി തൊടട്ടെ അപ്പ. വടിങ്ങ് തന്നെ. മെല്ലെ നടന്നേ. നടക്ക്. ഞാൻ പ്രാർത്ഥിച്ച് നടക്കാനാ. വാ, തിരിച്ചങ്ങോട്ട് നടക്ക്. വടിയുടെ ആവശ്യമില്ലല്ലോ. വടി എന്തിനാ? വാ, വടി വേണമെങ്കിൽ ഞാൻ തരാം. ഒരു കുഴപ്പമില്ലല്ലോ, നടക്കുന്നില്ല. ഇയാൾക്ക് വല്ല കുഴപ്പം കാണാനുണ്ടോ നിങ്ങൾക്ക്? ലോ പ്രഷർ ഞാൻ പ്രാർത്ഥിക്കാം. ചേട്ടൻ നടക്ക്. ഇവൾക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങളുടെ കണ്ണില്? നിങ്ങളുടെ ഭർത്താവിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. വടി കൊടുക്കണോ? വേണ്ട. വടിയും കുട്ടി വന്നതാ കേട്ടോ. ഒന്ന് കൈ അടിക്കാത്ത നിങ്ങള്. വടി വേണോ? വടി വേണ്ട. ആ പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പ. പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പ. നിങ്ങൾ പോയിക്കോളൂ, ഇത്രയും മതി. മുരളിക്ക് ഈ ദേഹത്തിന് കൊടുത്ത ദൈവിക സൗഖ്യത്തിന് നന്ദി. ഈ ആളുകള്, ചില ആളുകളെങ്കിലൊക്കെ പറയുവേ, നിങ്ങൾക്ക് പൈസ തന്നിട്ട് എങ്ങനെ പറയിപ്പിക്കുന്നത്? അങ്ങനെയാണോ? അല്ല, സത്യമായിട്ട് നിങ്ങൾക്കുണ്ടായ സത്യമായിട്ടും കിട്ടിയ സൗഖ്യം. ഓക്കെ, സന്തോഷമായിട്ട് പോയേട്ടെ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ.